വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതിലോല കരട് പട്ടിക വീണ്ടും പ്രഖ്യാപിച്ചത് കർഷകർക്കെതിരെയുള്ള ദുരൂഹ നീക്കത്തിന്റെ ഭാഗമാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. ഇടുക്കിയിലേതടക്കമുള്ള കർഷകർ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്ന തരത്തിൽ പുകമറ സൃഷ്ടിച്ച് യഥാർത്ഥ പ്രതിസന്ധികളെ ഒളിപ്പിച്ചു വയ്ക്കുവാനാണ് നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. വേണ്ടത്ര പഠനമോ ശാസ്ത്രീയ അടിത്തറയോ ഇല്ലാതെയാണ് പുതിയ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് പൊതുവായി ഉയരുന്ന ആക്ഷേപം. ജില്ലയിലെ കുടിയേറ്റ കർഷകർ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു എന്നുള്ള പരിസ്ഥിതിവാദികളുടെ വാദഗതിയെ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് കർഷക സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രകൃതിയുടെ കാവലാളുകളായ കർഷകരുടെ ഇടുക്കി ജില്ലയിലെ കുടിയേറ്റത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു മരം വെട്ടിയാൽ 2 മരം വെച്ചുപിടിപ്പിക്കുന്നവരാണ് ഇവിടുത്തെ കർഷകർ. വസ്തുത ഇതാണെന്നിരിക്കെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അത് കൂടുതൽ ശക്തമായിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരോ കേരളമോ അല്ല. അതിന് സാർവദേശീയമായ അടിസ്ഥാനത്തിൽ അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കണം. അതിരുകളില്ലാത്ത ഈ വ്യവസായവൽക്കരണം, ആ വ്യവസായവൽക്കരണത്തിൽ നിന്നുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും യഥാർത്ഥ കാരണങ്ങളെന്ന് പറയുന്നത്. അതിന് പരിഹാരം എന്ന് പറയുന്നത് ഇടുക്കി പോലെയുള്ള ജില്ലകളെ സമ്പൂർണ്ണ വനമാക്കി മാറ്റിക്കൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ല. കരട് വിജ്ഞാപനത്തിലെ സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴും ജനങ്ങളുടെ ആശങ്ക തുടരുകയാണ്. ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് പറയുമ്പോഴും അതിലെ അവ്യക്തതകൾ തന്നെയാണ് ഇപ്പോഴുള്ള ആശങ്കകൾക്ക് കാരണവും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.